നമസ്കാരം. പൊതുവെ വൃക്ക ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു വാക്കാണ് ക്രിയാറ്റിനിൻ. ക്രിയാറ്റിൻ, ക്രിയാറ്റിനിൻ ഇത് രണ്ടാണ്. ഞാൻ ക്രിയാറ്റിനിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ചല്ല ഇന്നത്തെ ചർച്ച. ക്രിയാറ്റിനിൻ എന്ന ശരീരത്തിലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രോഡക്റ്റ്. സീറം ക്രിയാറ്റിനിൻ എന്നാണ് ലാബ് റിപ്പോർട്ടിലൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സീറം ക്രിയാറ്റിനിൻ നോർമൽ വാല്യൂ 0.6 to 1 milligram per deciliter എന്ന് വെച്ചാൽ 100 മില്ലിലിറ്റർ രക്തത്തിൽ 0.6 മുതൽ 1 മില്ലിഗ്രാം വരെ ആവാം എന്നുള്ളത്. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ അല്ല എന്നാണ് പലരും ധരിക്കുന്നത്. അത് തെറ്റാണ്, അശാസ്ത്രീയമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിലൂടെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ഉയർന്നു വരുന്ന സ്വാഭാവികമായ അടുത്ത ചോദ്യം, എൻ്റെ കിഡ്നി ഫങ്ഷനെ അളക്കാൻ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും ആധികാരികമായ പരിശോധന ഏതാണ് എന്നത്. അങ്ങനെ കിഡ്നികളുടെ പ്രവർത്തനത്തെ അളക്കാൻ ഒരൊറ്റ പരിശോധനയായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അങ്ങനത്തെ ഒരു പരിശോധന ഭൂമിയിലെങ്ങുമില്ല. അത് ക്രിയാറ്റിനിൻ ഉൾപ്പെടെയുള്ളത് ആണ് ഞാൻ പറയുന്നത്. ഒരു ക്രിയാറ്റിനിൻ മാത്രം നോക്കിയിട്ട് കിഡ്നിയുടെ ആരോഗ്യം അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം അളക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ മറ്റേത് പരിശോധനയിലൂടെയും കിഡ്നികളുടെ പ്രവർത്തനത്തെ നമുക്ക് അളക്കാൻ സാധ്യമല്ല. പലതരത്തിലുള്ള പരിശോധനകൾ വെച്ചിട്ടാണ് നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പരിശോധനയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പലരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. നമ്മളിവിടെ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സിസ്റ്റാറ്റിൻ സി. സിസ്റ്റാറ്റിൻ സി എന്നുള്ളൊരു വാക്ക് ഈ അടുത്ത കാലത്താണ് പ്രചാരത്തിൽ വന്നത്. അതെന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് കിഡ്നി ഫങ്ഷനിനെ അളക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ പ്രസക്തി എന്താണെന്നോ പലർക്കും അറിയില്ല. അതിന് ചെലവ് കൂടുതലാണ്. അതിനാൽ നമ്മളിത് ചെയ്യാൻ പറയുമ്പോഴും പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആദ്യം പറഞ്ഞ ക്രിയാറ്റിനിൻ്റെ വലിയൊരു ദോഷം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ലിംഗം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നുള്ളത്, പുരുഷനോ സ്ത്രീയോ ആണെന്നുള്ളത് അനുസരിച്ചും ഏജ്, പ്രായത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണവും നിങ്ങളുടെ മസിൽ മാസ് എത്രത്തോളം ശരീരത്തിൽ ശതമാനത്തിന് മസിൽസ് ഉണ്ട്, സ്കെലിറ്റൽ മസിൽ ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കി, അതുപോലെ എത്നിസിറ്റി, നിങ്ങൾ ഏത് സമൂഹത്തിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ആളാണ് എന്നുള്ളതൊക്കെ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ കിഡ്നി ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവായിട്ട് കണക്കാക്കുന്നത് GFR ആണ്. എസ്റ്റിമേറ്റഡ് GFR എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് eGFR. ബിക്കോസ് GFR ഒരു ഡയറക്ട്ലി മെഷേർഡ് വാല്യൂ അല്ല, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നത്. GFR എന്ന് പറയുമ്പോൾ കിഡ്നികൾ രണ്ടും കൂടി 1 മിനിറ്റിൽ ശുദ്ധീകരിക്കുന്ന രക്തത്തിൻ്റെ അളവിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റിൽ ഒരു വ്യക്തിയുടെ 2 കിഡ്നികളും കൂടി എത്ര രക്തം ശുദ്ധീകരിക്കുന്നു? ഇപ്പോൾ കൊച്ചിൻ റിഫൈനറീസിൽ 1 മണിക്കൂറിനുള്ളിൽ എത്ര ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കും എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ കാര്യപ്രാപ്തി നമുക്ക് അളക്കാൻ പറ്റും, അല്ലേ? എഫിഷ്യൻ്റ് ആണോ അല്ലോ എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റും. അതേപോലെ കിഡ്നികൾ ബേസിക്കലി റിഫൈനറീസ് ആണ്, ശരീരത്തിൻ്റെ ശുദ്ധീകരണശാലയാണ്, രക്തശുദ്ധീകരണശാലകൾ. ഈ രക്തശുദ്ധീകരണശാലകൾ 1 മിനിറ്റിൽ എത്ര ml ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് റഫായിട്ട് നോർമലി 90-നും 110 ml ഇടയിലായിരിക്കുന്നത്. വളരെ ആരോഗ്യവാനായ, വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു 35-40 വയസ്സുകാരന് ദിസ് ഷുഡ് ബി അറൌണ്ട് 100 ml പെർ മിനിറ്റ്. എന്ന് വെച്ചാൽ 2 കിഡ്നികളും കൂടി 1 മിനിറ്റിൽ 100 ml രക്തം ശുദ്ധീകരിക്കണം. അത് കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു തുടങ്ങുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എത്ര കുറഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളതും കൂടി നോക്കാം.
അപ്പോൾ ഈ വാല്യൂവിനെ GFR എന്നാണ് പറയുന്നത് കേട്ടോ. ഈ 100 ml ഞാൻ പറയില്ല, 90 to 110 ആണ്. 100 ml ഓർമ്മ വെക്കാൻ എളുപ്പത്തിന് 100 ml എന്ന് കൂട്ടുക. യൂഷ്വലി ഇതൊരു 10-15% ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയാലും നമ്മൾ ബോധർ ചെയ്യില്ല. എന്ന് വെച്ചാൽ 115 അല്ലെങ്കിൽ 120 ml/minute ഒരു വാല്യൂ മാത്രം വന്നു, വി ഡോണ്ട് ബോദർ. താഴെയാണെങ്കിൽ ഒരു 80-85 ml/minute ഒക്കെ ഒരു വാല്യൂ ഒരു റീഡിങ്ങിൽ വന്നുവെങ്കിൽ നമ്മൾ ബോധർ ചെയ്യല്ല. എന്നാൽ യൂഷ്വലി 80 ml താഴേക്ക് ഒരു ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ചെറുപ്പക്കാരി ആയിട്ടുള്ളൊരു സ്ത്രീയാണ് എങ്കിൽ വി വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് ഇറ്റ്. എന്നിട്ട് അടുത്ത ട്രെൻഡ് താഴോട്ടാണെങ്കിൽ അതിപ്പോൾ 60 ആയിട്ട് കുറഞ്ഞു, 60 ml/minute ആയിട്ട് കുറഞ്ഞുവെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. അപ്പോൾ ഈ GFR കാൽക്കുലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ക്രിയാറ്റിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ മാത്രമല്ല കേട്ടോ. അപ്പോൾ ജെൻഡർ, ഏജ്, ബോഡി വെയിറ്റ്, ക്രിയാറ്റിൻ എന്ന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു ഇക്വേഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ GFR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ GFR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കും. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ മസിൽ മാസ്. ഇപ്പോൾ പുരുഷന്മാരിലും യൂഷ്വലി സ്ത്രീകളെ അപേക്ഷിച്ച് മസിൽ മാസ് കൂടുതലായിരിക്കും. നല്ല ബോഡി ബിൽഡർ ആണെന്ന് കരുതുക, ഒരുപാട് വെയിറ്റ്സ് ഒക്കെ എടുക്കുന്ന ജിമ്മിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക, ആൾക്ക് മസിൽ മാസ് കൂടുതലുണ്ടാവും. അത് ക്രിയാറ്റിനെ സ്വാധീനിക്കും. ആ ക്രിയാറ്റിനിൻ GFRനെ സ്വാധീനിക്കും. അപ്പോൾ നമ്മുടെ GFR കാൽക്കുലേഷൻ തെറ്റിപ്പോകും. ആണോ? അപ്പോൾ GFR കാൽക്കുലേഷൻ ക്രിയാറ്റിനെ ആസ്പദമാക്കി നമ്മൾ ചെയ്താൽ തെറ്റിപ്പോവാൻ ഒരുപാട് സാധ്യതയുള്ളതിനാൽ സിസ്റ്റാറ്റിൻ C വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ലെറ്റ് us see what is സിസ്റ്റാറ്റിൻ C. സിസ്റ്റാറ്റിൻ C എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഒരു പ്രോട്ടീനാണ്, ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ്. അത് കിഡ്നി എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കിഡ്നിയിലൂടെ അത് എത്രത്തോളം ക്ലിയർഡ് ആവുന്നു എന്നുള്ളതിന് അളക്കുന്നു, അത്രേ ഉള്ളൂ. നോർമലി ക്രിയാറ്റിൻ്റെ ലെവലിനെ പോലെ തന്നെ ഓർമ്മ വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ക്രിയാറ്റിൻ്റെ നോർമൽ ലെവൽ 0.6 to 1, ഇതിൻ്റെയും 0.6 to 1 ആണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു വ്യത്യാസമാണ്. അത് mg/dL ആയിരുന്നെങ്കിൽ ഇത് mg/L ആണ്. എന്ന് വെച്ചാൽ ക്രിയാറ്റിനേക്കാളും വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് നോർമലി ശരീരത്തിൽ കാണപ്പെടാറുള്ളൂ. ക്രിയാറ്റിൻ 0.6 to 1 mg/100 ml ആയിരുന്നെങ്കിൽ ഇത് 0.6 to 1 mg/1000 ml ആണ്. അത്രയും ചെറിയ അളവിലേ ഉള്ളൂ. അപ്പോൾ 1 mg കൂടിപ്പോയാൽ ക്രിയാറ്റിൻ സിസ്റ്റാറ്റിൻ C കൂടിപ്പോയാൽ പ്രശ്നമാണോ? ഇല്ല. ബിക്കോസ് ഏജ് ഒരു ഫാക്ടറാണ്. യൂഷ്വലി 60 ഇയേഴ്സിന് താഴെയുള്ളവരിലാണ് സിസ്റ്റാറ്റിൻ C കുറേയും കൂടി വിശ്വസനീയം. 60-65 ഇയേഴ്സ് ഏജിന് അപ്പുറത്തേക്ക് സിസ്റ്റാറ്റിൻ C ഇത്തിരി കൂടുതൽ വരുന്നതായിട്ട്, ക്രിയാറ്റിൻ കൂടുന്ന പോലെ തന്നെ സിസ്റ്റാറ്റിൻ C കൂടി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ സിസ്റ്റാറ്റിൻ C ഈ ഭാഗം ദയവായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് വന്നാൽ റിമൈൻഡ് അടിച്ചൊന്ന് കേൾക്കുക. സിസ്റ്റാറ്റിൻ C ശരീരപ്രകൃതം, ശരീരത്തിലെ മസിൽ മാസ്, മസിൽ ഡെൻസിറ്റി, മസിൽ വെയിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്നിസിറ്റി, നിങ്ങളുടെ ജെൻഡർ വേരിയേഷൻസ് ഒന്നും കണക്കിലെടുക്കില്ല. എന്നാൽ സിസ്റ്റാറ്റിൻ Cയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന്, തൈറോയ്ഡ് സ്റ്റേറ്റസ്. നിങ്ങൾക്ക് തൈറോയ്ഡ് സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് സിസ്റ്റാറ്റിൻ Cയെ സ്വാധീനിക്കാം. സോ പ്ലീസ് ബി കെയർഫുൾ വൈൽ ഇന്റർപ്രറ്റിംഗ് ദ റിപ്പോർട്ട്. സിസ്റ്റാറ്റിൻ C കണ്ടിട്ട് അയ്യോ പത്തോ എൻ്റെ കിഡ്നി അടിച്ചു പോയി, നോ 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 നോ, റോങ്. യു ഹാവ് ടു ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് തൈറോയ്ഡ് സ്റ്റേറ്റസ്. അതുപോലെ നിങ്ങളുടെ ഡയബറ്റീസ് ലെവൽ, ഡയബറ്റീസ് വളരെ കൂടുതലാണെങ്കിൽ, ബ്ലഡ് ഷുഗർ ലെവൽസ് വളരെ കൂടുതലാണെങ്കിൽ സിസ്റ്റാറ്റിൻ C കൂടുതലായിട്ട് കാണപ്പെടാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റാറ്റിൻ C കൂടുതലായിട്ട് കാണപ്പെടാം. അതുപോലെ നിങ്ങൾക്ക് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റാറ്റിൻ C കൂടുതലായിട്ട് കാണപ്പെടാം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മളതിനെ വിശകലനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു നിഗമനത്തിലെത്തുന്നത്. ഓൾറൈറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലാബ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കിഡ്നി ഫങ്ഷൻ നമ്മൾ വിലയിരുത്താൻ പാടില്ല. ഇവ എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. യൂഷ്വലി ക്രിയാറ്റിനിൻ മാത്രം നമുക്ക് വിവരം തരുന്ന ഒരു 20-25% മാത്രമാണ്. ക്രിയാറ്റിനും വെച്ച് മാത്രം കിഡ്നി ഫങ്ഷൻ ഞാൻ വിലയിരുത്താൻ തുടങ്ങിയാൽ ആകെ 20 അല്ലെങ്കിൽ 25% ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കി 75% ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നില്ല അവിടെ.
ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് എനിക്കറിയില്ല, സിസ്റ്റാറ്റിനെ കുറിച്ച് എനിക്കറിയില്ല, GFRനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റില്ല. വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ക്രിയാറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിഡ്നി ഫങ്ഷൻ ചെയ്തോ എന്ന ചോദ്യത്തിന് ഞാൻ ക്രിയാറ്റിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ക്രിയാറ്റിൻ ഓക്കെയാണ്, അതുകൊണ്ട് എൻ്റെ കിഡ്നി ഓക്കെ ആണെന്ന് ഇനി മുതൽ പറയാൻ ഇടവരരുത്. അറ്റ്ലീസ്റ്റ് ഈ ചാനൽ കാണുന്നവരെങ്കിലും. ആൻഡ് ഈ വീഡിയോ, ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളിത് ഷെയർ ചെയ്തെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങളുടെ കമൻസ്, നിങ്ങളിൽ ആരെങ്കിലും ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഇസ് നോട്ട് എ വെരി ഓഫൺ ഡിസ്കസ് ടോപ്പിക്. നമ്മളങ്ങനെ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇൻഫാക്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ സിസ്റ്റാറ്റിൻ സി എന്നുള്ളൊരു വാക്ക് പോലും പലരും കേട്ടിരിക്കാൻ സാധ്യത. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് പുതിയ അറിവുകൾ വരുന്നുണ്ട്, പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. വി വിൽ ഡെഫിനറ്റ്ലി ബി ഷെയറിംഗ് ദം വിത്ത് യു. ബട്ട് വി ഷുഡ് ബി ഷുവർ ദറ്റ് യു ആർ ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ പ്രചോദനം തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.